ഇന്ന് നമ്മളൊരു വേറൊരു വൈബാണ് പിടിക്കാൻ പോകുന്നത്. ഇന്ന് നമ്മൾ കഥകളി കാണാൻ പോവുകയാണ്. നമ്മള് മൂഴിക്കുളത്തേക്ക് പോവുകയാണ്. നളചരിതം 4-ാം ദിവസം. കളചരിതം 4-ാം ദിവസത്തിന്റെ പ്രധാന നടന്മാരെന്ന് പറയുന്നത് കേരളത്തിലെ പ്രബലനായ ഒരു കഥകളി നടൻ ശ്രീ ബാലസുബ്രഹ്മണ്യ ആശാൻ, കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യ ആശാന്റെ കഥകളി. ശ്രീവേഷാട്ടക്കാരൻ ഇന്ന് കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭനായ ശ്രീ മാർഗി വിജയകുമാറിന്റെ ആട്ടവിസ്മയം കാണാം. അമ്പലത്തിലെത്തി തുടങ്ങി. നളചരിതം 4-ാം ദിവസം. വന്നിരിക്കുന്ന വിരൂപനായ ബാഹുകന്റെ പരമാർത്ഥം അറിഞ്ഞു വരുവാൻ ദമയന്തി തോഴി കേശിനിയെ നിയോഗിച്ചു. ഈ വൃത്താന്തങ്ങളെല്ലാം കേശിനി ദമയന്തിയെ അറിയിക്കുന്നു. വിരൂപനാണെങ്കിലും നളനെപ്പോലെ ഒരാൾ അവിടെ ഋതുപർണ മഹാരാജാവിൻ്റെ കൊട്ടാരത്തിൽ തേരാളിയായിരിക്കുന്നു എന്നുള്ള വിവരം അറിയുന്നു. ദമയന്തിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള കുത്തുവാക്കുകളായിരുന്നു മറുപടി. അങ്ങനെ വളരെ നാളുകൾക്ക് ശേഷമുള്ള വിരഹ ജീവിതത്തിന് ശേഷം സൈനി നളന്മാർ പരസ്പരം കണ്ടുമുട്ടുന്നതാണ് അടുത്ത രംഗത്തിൽ പറയുന്നത്. അതായത് നളൻ സ്വപ്രേയസിയുടെ ചാരിത്രശുദ്ധിയിൽ വളരെ സംശയാലുവാണ്. എന്നാൽ വിരഹകാലത്തെ ഈ തിക്ത അനുഭവങ്ങൾ ഇരുവരും അനുസ്മരിക്കുന്നു. ജീവിത കാര്യങ്ങൾ അനുസ്മരിക്കുന്നതോടൊപ്പം തന്നെ പരുഷമായ വാക്കുകൾ നളനിൽ നിന്നും ഉണ്ടാകും. ഈ വാചകങ്ങൾ കേട്ടിട്ടും ദമയന്തി യാഥാർത്ഥ്യം തിരയുകയാണ്. ഇതാണോ യഥാർത്ഥ നളൻ എന്ന യാഥാർത്ഥ്യം അപ്പോൾ തിരയുകയാണ്. നളനാകട്ടെ തൻ്റെ കോപത്തിന് കടുവാക്കുകൾ കൊണ്ട് വളരെയേറെ പരുഷമായിട്ട് ദമയന്തിയെ വിമർശിക്കുന്നു. നിന്റെ ഉദ്ദേശം എനിക്ക് എന്തായാലും ബോധ്യപ്പെട്ടിരിക്കുന്നു. രതിരണ വിഹരണ വിതരണ ചരണനായ ഋതുപർണനോട് നീ ചേരുക. ദമയന്തി തൻ്റെ തത്യാവ് തുടങ്ങിയിട്ടും നളന് വിശ്വാസം വന്നില്ല. നളൻ്റെ ധർമ്മരോഷം കുത്തുവാക്കുകളും ഒക്കെ പറഞ്ഞ് അതിര് കടന്നപ്പോൾ എൻ്റെ ചാരിത്രശുദ്ധിയിൽ ദൃഢബോധ്യമുണ്ടെങ്കിൽ ഈ നിമിഷം നിങ്ങൾ എന്നെ സ്വീകരിക്കണം. ഈ വാക്കുകൾ കേട്ടിട്ട് നളൻ ഇങ്ങനെ പിറകിലോട്ട് തിരിഞ്ഞ് ഒന്നും ഇടാതെ ഒരു നിശബ്ദനായിരിക്കും. ഞാൻ ചാരിത്രവതിയാണെന്ന് തെളിയിക്കുന്ന വായു ഭഗവാന്റെ അശരീരി അന്തരീക്ഷത്തിൽ മുഴങ്ങും. ആകാശത്തിന് പുഷ്പവൃഷ്ടി, ദമയന്തിയുടെയും നളന്റെയും ദേഹത്തിൽ പുഷ്പവൃഷ്ടി. അങ്ങനെ ദൃഢബോധമാം വണ്ണം സത്യം പ്രാണനിൽ പ്രകാശിക്കുന്നതോടെയാണ് ഈ സൈനിക നളന്മാരുടെ പുനഃസമാഗമം സാധ്യത.